Good afternoon. Okay, നമ്മള് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്? പ്രോസസിംഗ് സോൾഡ് ലിനൻ ആ സൈക്കിൾ അല്ലേ പറഞ്ഞു നിർത്തിയേ? അവിടെ വരെയല്ലേ പറഞ്ഞത്? ഓക്കെ, സൈക്കിൾ കംപ്ലീറ്റ് ആയിരുന്നോ? ഇല്ല, കംപ്ലീറ്റ് ആയി. ഓക്കെ, സൈക്കിൾ തുടങ്ങിയെടുക്കാം കേട്ടോ. അപ്പൊ പ്രോസസിംഗ് സോയിൽഡ് ലിനൻ, സോയിൽഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളുടെ പ്രോസസിംഗ് ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് തന്നെ നമ്മള് കളക്ട് ചെയ്യുന്നു, അത് സോർട്ട് ചെയ്യുന്നു അല്ലെ, തരംതിരിക്കുന്നു, അതുപോലെ അത് സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ചെയ്യുന്നു അല്ലെ. ആദ്യം അത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, 0.5% നമ്മൾ ഓൾറെഡി അതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ ഒരു 30 minutes എന്ത് ചെയ്യുന്നു, സോക്ക് ചെയ്തതിനു ശേഷം ഡിറ്റർജന്റും വാട്ടർ ഉപയോഗിച്ച് മെയിൻ വാഷിന് മുൻപായിട്ട് അത് ഡിസിൻഫെക്റ്റിംഗ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനുശേഷം പ്രധാനപ്പെട്ട വാഷിങ്ങിലേക്ക് പോകുന്നു. അതിനുശേഷം അത് എക്സ്ട്രാക്ടിങ് നടത്തുന്നു, കണ്ടീഷനിങ് ചെയ്യുന്നു, അത് അയണിങ് ചെയ്തതിന് ശേഷം അത് പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്, ഇത് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കുകയും അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യും. ആ ഒരു സൈക്കിൾ അങ്ങനെ തന്നെ ഓർത്ത് വെക്കണം കേട്ടോ. അത് തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞതോ. സോർട്ടിങ് എന്താണെന്ന് നോക്കാം. സ്ലൂസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ചെയ്യുന്നു, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ് കേട്ടോ. അത് ആ ഒരു സൈക്കിൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ടറി. ഒരു സാധാരണ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റില് സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. വാഷിംഗ് മെഷീൻ ഉണ്ടാവും, ഹാൻഡ് അയണുകൾ ഉണ്ടാവും, ഡ്രയേഴ്സ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി ട്രോളീസ് ഉണ്ടാവും, എയർ കംപ്രസർ ഉണ്ടാവും, സ്വിംഗ് മെഷീൻസ്, എന്തെങ്കിലും റിപ്പയറോ കാര്യങ്ങളോ ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്വിംഗ് മെഷീൻസ്, തയ്യൽ മെഷീനുകൾ ഉണ്ടാവും. എക്സെട്ര ആർ സം ഓഫ് കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ ലോണ്ടറി. ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് വാഷിംഗ് മെഷീൻ, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, സ്വിംഗ് മെഷീൻ മുതലായവ. ഇനി സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി, അതായത് മലിനമായിട്ടുള്ള തുണിത്തരങ്ങളാണ്. നോക്കിയേ, ഹാൻഡ്ലിംഗ് ഈസ് വെരി വൈറ്റൽ ഫോർ ദ സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. അപ്പൊ ഇത്തരത്തില് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ എപ്പോഴും വളരെ സേഫ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് അവിടുത്തെ പേഷ്യൻസിന്റെ ആയിക്കോട്ടെ, സ്റ്റാഫുകളുടെ ആയിക്കോട്ടെ, സുരക്ഷയും ക്ഷേമവും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ലിനൻ that come in contact with workers or individuals can become contaminated with injurious microorganism and body fluids. അതുപോലെ തന്നെ ഇപ്പോ ഇൻജൂറിയസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസുമായിട്ടോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ടോ ഒക്കെ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത ഈ തുണിത്തരങ്ങൾക്ക് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഇത്തരം തുണിത്തരങ്ങള് കോണ്ടാക്ട് വിത്ത് വർക്കേഴ്സ് ഓർ ഇൻഡിവിജ്വൽ, അപ്പൊ അവിടെ വർക്കേഴ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന തുണികളായിരിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന തുണികളായിരിക്കാം. അവയൊക്കെ ബോഡി ഫ്ലൂയിഡ്സുമായിട്ടും ഇൻജൂറിയസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസുമായിട്ടൊക്കെ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും പേഷ്യൻസിന് സുരക്ഷിതമായിട്ടുള്ള ലിനൻസ് കൊടുക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ PPE must be worn when infection is handled. അപ്പൊ ഇങ്ങനത്തെ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വർക്കേഴ്സ് എപ്പോഴും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കാനായിട്ട് ശ്രമിക്കുക. All infected
linen must be washed separately to other items. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മറ്റു ഐറ്റംസിന് കൂടെ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വാഷ് ചെയ്ത് പ്രോസസ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പൊ കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ലോണ്ടറിയിൽ കോമൺലി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. വാഷിംഗ് മെഷീൻ, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളികൾ, എയർ കംപ്രസർ, സ്വിംഗ് മെഷീൻ മുതലായവ. അതുപോലെ തന്നെ ഇപ്പൊ കണ്ടാമിനേറ്റഡ് ആയ തുണിത്തരങ്ങളാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശരിയായ രീതിയിൽ തന്നെ അത് പ്രോസസ് ചെയ്തെടുക്കണം. അതിലൂടെ പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുകയും വേണം. അതുപോലെ ഇപ്പൊ അവിടെ വർക്കേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന തുണിത്തരങ്ങൾ എപ്പോഴും കണ്ടാമിനേറ്റഡ് ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വർക്കേഴ്സ് എപ്പോഴും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അതിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പം വാഷ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യുകയും പ്രോസസ് ചെയ്തെടുക്കുകയും വേണം. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഒരു സെക്ഷൻ ആണ് പറയുന്നത്. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്റ്റഡ്. ലോണ്ടറി നമ്മുടെ ലോണ്ടറീസ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ കളക്ട് ചെയ്യുന്ന ലോണ്ടറീസിനെ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ് കേട്ടോ. നോക്കിയേ, യൂസ്ഡ് ലിനൻ എന്ന് തിരിച്ചിരിക്കുന്നു, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ ആണ് തിയേറ്റർ ലിനൻ. ഇപ്പൊ യൂസ്ഡ് ലിനൻ ഹോസ്പിറ്റൽ തുണിത്തരങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് തിരിച്ചിട്ടില്ലേ? നമ്മൾ പഠിച്ചില്ലേ അത്? ഹോസ്പിറ്റൽ ലിനൻസിനെ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതും ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഇത് നമ്മള് കളക്ട് ചെയ്തെടുക്കുന്ന തുണിത്തരങ്ങളുണ്ടല്ലോ, അവര് എന്താണ് യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി ലോണ്ടറി ആവശ്യങ്ങളിൽ അലക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതിന് വേണ്ടി കളക്ട് ചെയ്തെടുക്കുമല്ലോ. അത്തരം തുണിത്തരങ്ങളെയാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് ഇവിടെ തിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തത് യൂസ്ഡ് ലിനൻ, രണ്ടാമത്തത് സോയിൽഡ് ലിനൻ, മൂന്നാമത്തത് ഇൻഫെക്റ്റഡ് ലിനൻ, ആൻഡ് ഫോർത്ത് വൺ ആണ് തിയേറ്റർ ലിനൻ. അതിൽ യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി ടെൻഡർ. അതായത് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി ടെൻഡർ. പക്ഷെ ഇത് പ്രത്യക്ഷത്തിൽ ഇതിന്റെ ഒരു കറയോ അല്ലെങ്കിൽ അഴുക്കോ കാര്യങ്ങളോ പ്രത്യക്ഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റാത്ത രീതിയിലുള്ള എന്നാൽ ഉപയോഗിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ലിനൻസിനെയാണ് നമ്മൾ യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. ഇനി സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ this type of linen has been contaminated or tainted as they come in contact with blood, body fluids, secretion or excretion or other items. ഇത് നമ്മുടെ എങ്ങനെ കണ്ടാമിനേറ്റ് മലിനമായിട്ടുണ്ട്, ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡോ സെക്രീഷൻസോ എക്സ്ക്രീഷൻസോ മറ്റെന്തെങ്കിലും മൂലം അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ അത് സോയിൽഡ് ലിനാണ്. യൂസ്ഡ് ലിനൻ എന്ന് പറയുമ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്, പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ പ്രത്യക്ഷത്തിൽ യാതൊരുവിധ കറയോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അതേസമയം സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ സെക്രീഷൻസോ എക്സ്ക്രീഷൻസോ മറ്റ് ഐറ്റംസോ ഒക്കെ മൂലം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മലിനമായിട്ടുള്ള ടൈപ്പ് ഓഫ് ലിനൻസിനെയാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. ഇനി ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ക്യാൻ ബി യൂസ്ഡ് ഓർ സോയിൽഡ് ലിനൻ ബട്ട് ഫ്രം എ പേഷ്യന്റ് വിത്ത് എ നോൺ ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ. അതായത് ഓൾറെഡി ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി യൂസ് ചെയ്തതാകും. അല്ല എങ്കിൽ
സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ എന്താണ്? സംശയിക്കുന്നത്, അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള, നമ്മൾ സംശയിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ? അത്തരം ആളുകളോ അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, അത്തരത്തിൽ ഇൻഫെക്ഷൻ ഉള്ള വ്യക്തികളോ അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളുകളോ ഉപയോഗിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ മലിനമാക്കിയിട്ടുള്ളതോ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ലിനൻസിനെയാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. നാലാമത്തത് തിയേറ്റർ ലിനൻ എന്ന് പറഞ്ഞാല് യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഓർ സർജിക്കൽ പ്രൊസീജിയർ. ഓപ്പറേഷൻ തിയേറ്ററുകളിലോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളാണ് തിയേറ്റർ ലിനൻ. ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങളെയാണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. 4 ഉണ്ട്. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാല് പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പ്രത്യക്ഷത്തില് ഇതിൽ അങ്ങനെ ഒരു മലിനമാക്കിയതായിട്ടോ അല്ലെങ്കിൽ കറ പറ്റിയതായിട്ടോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് യൂസ് ചെയ്തതാണ്. സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാല് ഇത് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ സെക്രീഷൻസോ എക്സ്ക്രീഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐറ്റംസ് വഴി മലിനമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണ് സോയിൽഡ് ലിനൻ. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുമ്പോൾ അത് ഉപയോഗിച്ചതോ അല്ലെങ്കിൽ മലിനമായിട്ടുള്ളതോ ആവാം. അത് എങ്ങനെയുള്ള വ്യക്തികൾ യൂസ് ചെയ്തതാ? ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിയുന്ന, ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള വ്യക്തികളാവാം, അല്ലെങ്കിൽ സംശയിക്കുന്നതായിട്ടുള്ള വ്യക്തികളോ ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങളാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. ഇനി തിയേറ്റർ ലിനൻ എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ തിയേറ്ററുകളിലും സർജിക്കൽ പ്രൊസീജിയേഴ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങളെയാണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് 4 മനസ്സിലായോ? മാറിപ്പോകരുത് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതൊന്നും മാറിപ്പോവാതെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ. Then should be safe from potentially infectious material as well as for good hygiene practices. You should always use gloves when handling tainted or contaminated laundry and should remove to change to clean gloves before handling clean laundry. അതുപോലെ തന്നെ ഇപ്പോ പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽ, ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെ, അതിൽ നിന്നൊക്കെ നമ്മൾ സുരക്ഷിതമാവണമെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള നല്ല ശുചിത്വം സമ്പ്രദായം നമ്മൾ എപ്പോഴും പാലിക്കേണ്ടതായിട്ടുണ്ട്. യു ഷുഡ് ഓൾവേസ് യൂസ് ഗ്ലൗസ്. അപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരെ എപ്പോഴും ഗ്ലൗസ് ധരിച്ചു വേണം ഇത്തരത്തില് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങള് കൈകാര്യം ചെയ്യാനായിട്ട്. ആൻഡ് ഷുഡ് റിമൂവ് ടു ചേഞ്ച് ടു ക്ലീൻ ഗ്ലൗസ് ടു ബിഫോർ ഹാൻഡിലിംഗ് ക്ലീൻ ലോണ്ടറി. അപ്പൊ ഇത്തരത്തില് കണ്ടാമിനേറ്റഡ് ആയിട്ട് തുണിത്തരങ്ങള് കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് ധരിക്കണം. അത് മാറ്റി പുതിയ ഒരെണ്ണം നീറ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഗ്ലൗസ് ധരിച്ചിട്ട് മാത്രമേ ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറീസ് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. If a person has a contagious disease or is on contact precaution, clothes should be washed separately. ഇപ്പൊ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളുള്ള രോഗങ്ങളുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പകർച്ചവ്യാധികളുള്ള വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രിക്കോഷൻസ്, അവരുമായിട്ട് സമ്പർക്ക മുൻകരുതലിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുപയോഗിച്ച തുണിത്തരങ്ങളൊക്കെ നമുക്ക് ഇൻഫെക്റ്റഡ് ലിനൻസിൽ വരുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ, അത്തരം തുണിത്തരങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യാം. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ must then be disinfected after washing. ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങള് വാഷ് ചെയ്തതിന് ശേഷം ആ വാഷിംഗ് മെഷീനും ഡിസിൻഫെക്റ്റഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ എന്തൊക്കെയാണ് പറഞ്ഞത്? എപ്പോഴും നമ്മൾ ഇത്തരത്തില് പൊട്ടൻഷ്യലി ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ഒരു ഹൈജീൻ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ശുചിത്വ സമ്പ്രദായം പാലിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഗ്ലൗസ് ധരിക്കുക. അത്തരത്തിലുള്ള ഗ്ലൗസുകൾ മാറ്റി നീറ്റാക്കി ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് നല്ല പുതിയൊരു ക്ലീൻ ഗ്ലൗസുകൾ ധരിച്ച് വേണം ഒരു ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറീസ് കൈകാര്യം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോ ഒരു പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് അല്ലെങ്കിൽ സമ്പർക്കം മുൻകരുതലിരിക്കുന്ന വ്യക്തികളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അവരിൽ നിന്ന് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ ഇൻഫെക്റ്റഡ് ലിനനിൽ വരുന്നതാ. സോ അത്തരം തുണിത്തരങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യുക. അത് വാഷ് ചെയ്തതിന് ശേഷം ആ വാഷിംഗ് മെഷീനും ഡിസിൻഫെക്റ്റഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കി.
വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇനി ഇൻഫെക്റ്റഡ് ലിനൻസുമായി ബന്ധപ്പെട്ട് അതിന്റെ സെപ്പറേറ്റ് കളക്ഷനും കാര്യങ്ങളും ആണ് പറയുന്നത് കേട്ടോ. ഓൾ ലിനൻ ആഫ്റ്റർ യൂസ് ഷുഡ് ബി കളക്ടഡ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഓർ വാർഡ് ആൻഡ് സെഗ്രിഗേറ്റഡ് ഇൻടു പൊട്ടൻഷ്യലി ഇൻഫെക്റ്റീവ് ആൻഡ് നോൺ പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ്. നമ്മൾ ഉപയോഗിച്ചത് ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വാർഡുകളിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ തുണിത്തരങ്ങളും കളക്ട് ചെയ്യുന്നുണ്ട്. അത് പിന്നീട് എന്ത് ചെയ്യുന്നു, സെഗ്രിഗേറ്റഡ് ഇൻടു പൊട്ടൻഷ്യലി ഇൻഫെക്റ്റീവ് ആൻഡ് നോട്ട് പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ്. അപ്പൊ അവിടെ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അല്ലാത്തത് എന്ന രീതിയിൽ അത് വേർതിരിക്കുകയും ചെയ്യുന്നു. Then place tinted linen into a clearly labeled and leak-proof container, that bag or bucket in the patient care area. അതുപോലെ തന്നെ ഇത്തരം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ അവിടെ ആ ഒരു പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയയിലെ അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന ബാഗ് അല്ലെങ്കിൽ ബക്കറ്റുകളില് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ കൃത്യമായിട്ട് അത് ലേബൽ ചെയ്ത് തന്നെ അതിലായിരിക്കണം നിക്ഷേപിക്കേണ്ടത്. സ്റ്റാഫ് ഹു കളക്ട്, ഹാൻഡിൽ, ഡിസ്പോസ് ഓഫ് ട്രാൻസ്പോർട്ട് സോയിൽ ലിനർ ആർ അറ്റ് ഹൈ റിസ്ക്. അപ്പൊ ഈ ഒരു ഇത് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്ന വർക്കേഴ്സ് എന്ന് പറയുന്നത് വളരെ അപകട സാധ്യതയിലാണ് അവര്, ഹൈ റിസ്കിലാണ് അവര്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ അത് കളക്ട് ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക, അത് ഡിസ്പോസ് ചെയ്യുക, അത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത് അവര് ഭയങ്കര ഹൈ റിസ്കിൽ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ ആ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇത്തരം സോയിൽഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതാണെങ്കിലൊക്കെ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബാഗുകളിലോ അല്ലെങ്കിൽ ബക്കറ്റുകളിലോ ക്ലിയർലി ലേബൽ ചെയ്തിട്ടുള്ള ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിലാക്കി തന്നെ ആ പേഷ്യന്റ് കെയർ ഏരിയാസിൽ വെച്ച് തന്നെ സൂക്ഷിക്കാം. Then sanitizing washing machine. In order to prevent cross contamination, every wash should be sanitized at least once a day. അതുപോലെ തന്നെ ഇപ്പൊ ഒരു വാഷിംഗ് മെഷീനിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇട്ടും അതിനുശേഷം നോർമൽ ആയിട്ട് ഇടുമ്പോൾ അതിലേക്ക് ഇൻഫെക്ഷൻസ് പകരാൻ സാധ്യത കൂടുതലാണ്. അത്തരത്തിൽ ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ക്രോസ് കണ്ടാമിനേഷൻ നടത്തുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യണം, സാനിറ്റൈസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയിരിക്കണം. വായിച്ചു നോക്കാട്ടോ. ഓക്കെ, ശരി. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കേട്ടോ. ലിനൻ എങ്ങനെയാണ് വിതരണം ചെയ്യുന്ന സംവിധാനം എങ്ങനെയാണെന്നുള്ളത് 3 എണ്ണമാണ്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് ആൻഡ് മിക്സഡ് ലിനൻ സർവീസ്. ഇത് 3 ചോദിച്ച് കണ്ടിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ഭാഗമാണ്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇഷ്യൂയിങ് ഓഫ് ലിനൻ ആൻഡ് ലിനൻ സർക്കുലേഷൻ ഈസ് യൂഷ്വലി കൺട്രോൾഡ് ബൈ ദ സെൻട്രൽ റൂം. അതായത് നമ്മുടെ എ സി ഒക്കെ സെൻട്രലൈസ്ഡ് എ സി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഡീസെൻട്രലൈസ്ഡ് എ സി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, കേട്ടിട്ടുണ്ടോ? എന്താണ് ഒരു സെൻട്രലൈസ്ഡ് എ സി എന്ന് പറഞ്ഞാല്? എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഫുൾ ഏരിയയിലേക്കും ഒറ്റ സ്ഥലത്ത് നിന്ന് ആ ഒരു എ സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഒരു ഇത് കിട്ടും അല്ലെ, ഫുൾ ഏരിയ കവർ ആയി കിട്ടും. അത് തന്നെയാണ് ഇവിടെ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ ഒരു ഹോൾ ഡിപ്പാർട്ട്മെന്റിൽ ആ ഹോൾ ഹോസ്പിറ്റലിലേക്ക് ലിനൻസ് തുണിത്തരങ്ങളെല്ലാം വിതരണം ചെയ്യുകയും അതിന്റെ സർക്കുലേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഒറ്റ സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും. മനസ്സിലാവുന്നു? ഒരൊറ്റ സെൻട്രൽ റൂമിൽ നിന്നാണ് ഈ ഒരു ലിനൻസിന്റെ വിതരണവും
ലിനൻ സർക്കുലേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒറ്റ സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും. ദിസ് ഫെസിലിറ്റേറ്റ് ബെറ്റർ കൺട്രോൾ ഓവർ ദ സ്റ്റാഫ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ നല്ല രീതിയിൽ നിയന്ത്രിക്കാനും ഇത് സഹായകമാണ്. അപ്പൊ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇഷ്യൂയിങ് ഓഫ് ലിനൻ ആൻഡ് ലിനൻ സർക്കുലേഷൻ ഈസ് കൺട്രോൾഡ് ബൈ ദ സെൻട്രൽ റൂം. ഒരു സെൻട്രൽ റൂമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ സെൻട്രൽ റൂമിൽ നിന്നായിരിക്കാം എല്ലാ ഇടങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള ലിനൻസ് വിതരണം ചെയ്യുന്നത്, സർക്കുലേഷൻ നടത്തുന്നത്. ക്ലിയർ ആണോ? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായോ? ചോദിക്കാറുണ്ട്, ഈ ഭാഗം എപ്പോഴും ചോദിക്കാറുള്ള ഭാഗമാണ്. ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഈ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് സിസ്റ്റം the different units such as ward, operation theatre, etc. allotted with needed quotas of linen articles. ചെറിയ ചെറിയ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടാണ് ഇത് നടത്തുക. മറ്റേതൊരു സെൻട്രൽ റൂമിൽ നിന്നായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് അല്ലെങ്കിൽ അണ്ടർ ദി സിസ്റ്റം എന്ന് പറയുന്നതിൽ ഡിഫറെന്റ് യൂണിറ്റ് ആയിട്ട് തിരിക്കുന്നു. അതായത് വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ മുതലായവ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ലിനൻ ആർട്ടിക്കിൾസും കാര്യങ്ങളും ഈ ഡിഫറെന്റ് യൂണിറ്റുകളിൽ നിന്നായിരിക്കും കൊടുക്കുക. മനസ്സിലാവുന്നോ? ഒരു ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു യൂണിറ്റ് ഉണ്ടാവും, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു യൂണിറ്റ് ഉണ്ടാവും, സെക്കൻഡ് ഫ്ലോറിൽ ഒരു യൂണിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ വാർഡ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എപ്പോഴും ലിനൻസ് ആവശ്യമായി വരുന്ന ഏരിയ ആണ് അല്ലെ. അപ്പൊ അതിനെ കേന്ദ്രീകരിച്ച ഒരു യൂണിറ്റ് ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് ആ ഡിഫറെന്റ് യൂണിറ്റുകളിൽ നിന്നായിരിക്കും ലിനൻ ആർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് സിസ്റ്റം അല്ലെങ്കിൽ ലിനൻ സിസ്റ്റം എന്താന്ന് ക്ലിയർ ആയോ? സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൻട്രൽ റൂമിൽ നിന്ന്, ഒരൊറ്റ സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും എല്ലായിടത്തേക്കും ലിനൻസ് വിതരണം ചെയ്യുക. ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് ആ ഡിഫറെന്റ് യൂണിറ്റുകളിൽ നിന്നാണ് ആവശ്യമായിട്ടുള്ള ക്വാർട്ടേഴ്സ് ഓഫ് ലിനൻ ആർട്ടിക്കിൾസ് വിതരണം ചെയ്യുക. ഓക്കെ അല്ലേ? തേർഡ് വൺ ആണ് മിക്സഡ് ലിനൻ സർവീസ്. മിക്സഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ രണ്ടും തമ്മിലുള്ള ഒരു മിക്സ്ചർ ആയിരിക്കും അല്ലെ, രണ്ടും വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞാല് ലിനൻ സപ്ലൈ ടു സർട്ടൻ സ്പെഷ്യൽ ഏരിയാസ് ആർ ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ചില പർട്ടിക്കുലർ ഏരിയാസിൽ മാത്രം ചെറിയ യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടായിരിക്കും വിതരണം നടത്തുക. ബാക്കി the rest of the areas follow centralized linen supply. ഇവിടെ ബാക്കിയുള്ള ഏരിയയിലൊക്കെ സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ സെൻട്രൽ റൂമിൽ നിന്ന് തന്നെയായിരിക്കും വിതരണം നടത്തുക. ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയാസിൽ മാത്രം, ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടോ വാർഡുമായി ബന്ധപ്പെട്ടോ ഒക്കെ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് തുണി ആവശ്യമായി വരുന്ന ഇടങ്ങളല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഇടങ്ങളിൽ മാത്രം ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാത്ത ഏരിയയിലേക്ക് മുഴുവനും സെൻട്രലൈസ്ഡ് ലിനൻ രീതിയിലായിരിക്കും ലിനൻസ് വിതരണം ചെയ്യുക. മനസ്സിലായോ? രണ്ട് രീതിയും മെത്തേഡും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതില് ചില ഏരിയ സ്പെഷ്യൽ ഏരിയാസിൽ മാത്രം എന്താണ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലും ബാക്കിയുള്ള മൊത്തം ഏരിയാസിലേക്കും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുമായിരിക്കും ലിനൻസ് വിതരണം ചെയ്യുക. അതാണ് മിക്സഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്നത്. The linen used in our hospital service make a huge effect on the quantity of care provided. Every hospital need to have 6 sets of linen for each bed. നമുക്ക് രണ്ടാമത്തേത് പറയാം കേട്ടോ, അത് വേറൊരു സെക്ഷൻ ആണ്. ഇവിടെ 3 ടൈപ്പ് ഓഫ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞത്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ്, മിക്സഡ് ലിനൻ സർവീസസ്. അതിൽ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ റൂമിൽ നിന്നാണ്, സെൻട്രൽ റൂമാണ് ലിനൻസ് ഇഷ്യൂ ചെയ്യുന്നതും സർക്കുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുക എന്ന് പറയാം. ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് ആകുമ്പോൾ ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ച് അവിടെ നിന്നായിരിക്കും ആവശ്യമായിട്ടുള്ള ക്വാർട്ടേഴ്സ് ഓഫ് ലിനൻസ് എന്ത് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. ഇനി മിക്സഡ് ലിനൻ സർവീസ് ആകുമ്പോൾ ചില സ്പെഷ്യൽ ഏരിയാസില് ഡീസെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ച് തന്നെയായിരിക്കും ലിനൻസ് ഇഷ്യൂ ചെയ്യുക. ബാക്കിയുള്ള മുഴുവൻ ഏരിയാസിലേക്കും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഒരു സെൻട്രൽ റൂമിൽ നിന്ന് തന്നെയായിരിക്കും ലിനൻസ് വിതരണം ചെയ്യുക. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ആ 3 ഒന്ന് വേഗം വായിച്ചു നോക്കിയേ, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതിനുശേഷം അടുത്ത സെറ്റിലേക്ക് പോകാം.
തേർഡ് പോയിന്റ് മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞാല് ലിനൻ സെപ്പറേറ്റ് ടു സർട്ടൻ സ്പെഷ്യൽ ഏരിയ. അതായത് നമ്മള് ഡീസെൻട്രലൈസ്ഡ് എന്നാ പറഞ്ഞു, ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞു. അതുപോലെ ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് വാർഡുമായി ബന്ധപ്പെട്ടൊക്കെ ചെറിയ യൂണിറ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവിടേക്ക് മാത്രം ആ യൂണിറ്റിൽ നിന്നായിരിക്കും വിതരണം ചെയ്യും. കാരണം എപ്പോഴും ആവശ്യമായി വരുന്ന ഇടങ്ങളല്ലേ ലിനൻസ്. അപ്പൊ അവിടെ ഒരു ചെറിയ യൂണിറ്റ് ഇട്ടിട്ടുണ്ടാവും. ആ യൂണിറ്റിൽ നിന്നായിരിക്കും ആ വാർഡിലേക്ക് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ എന്ത് കൊടുക്കുന്നത്, തുണിത്തരങ്ങൾ വിതരണം ചെയ്യുന്നത്. അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഈ സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും വിതരണം ചെയ്യുക. മനസ്സിലായോ? രണ്ടും വരുന്നുണ്ട്, ഒരുമിച്ചാണ് വരുന്നത്. ചില സ്പെഷ്യൽ ഏരിയാസിൽ മാത്രം ഡിഫറെന്റ് യൂണിറ്റുകളുടെ ബേസിസിലായിരിക്കും വിതരണം നടത്തുന്നെങ്കിൽ ബാക്കിയുള്ള മൊത്തം ഡിപ്പാർട്ട്മെന്റ് അതൊഴികെ സ്പെഷ്യൽ ഏരിയാസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഏരിയാസിലേക്കും ഈ സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും വിതരണം നടത്തുക. മനസ്സിലായോ? ഏതാണ് വിസ്മയ? ഒന്നുകൂടി പറയോ എന്ന് ചോദിച്ചേ. വൺ ആൻഡ് ടു. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ഒരു നമ്മളിപ്പോ നമ്മുടെ വീട്ടിലെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കി. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ നമുക്ക് ഒരു ഒറ്റ ഫ്ലോർ ഉള്ള ഒരു വീടാണ്. ആ വീട്ടില് നമ്മുടെ അമ്മയാണ് ഈ തുണിത്തരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതും അലക്കുന്നതും വാഷ് ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ നമ്മുടെ അമ്മ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടായിരിക്കും അത് മടക്കുന്നതും അതാത് റൂമുകളിലേക്ക് വിതരണം ചെയ്യുന്നതും. ശരിയല്ലേ? ഒരൊറ്റ റൂമിൽ കൈകാര്യം ചെയ്യുന്നു. അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ അവിടെ നമുക്കൊരു സ്റ്റോർ പോലെ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരൊറ്റ റൂമിൽ നിന്നായിരിക്കാം എല്ലായിടത്തേക്കും ആവശ്യമായിട്ടുള്ള നീറ്റായിട്ടുള്ള തുണിത്തരങ്ങൾ വിതരണം ചെയ്യും. അതാണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒറ്റ സെൻട്രൽ റൂമിൽ നിന്ന് ആവശ്യമായ ഇടങ്ങളിലേക്കൊക്കെ വിതരണം ചെയ്യുന്നു. മനസ്സിലായോ? അത് ക്ലിയർ ആയോ? ഇനി ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോറോ തേർഡ് ഫ്ലോർ രണ്ട് നിലയുള്ള ഒരു വീടാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ നിലയിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ നിലയിൽ അതുപോലെ തന്നെ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ നിലയിലുള്ള ആ ഫ്ലോറിലുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഫ്ലോറിലുള്ള റൂമുകളിലേക്ക് വിതരണം ചെയ്യാനായിട്ട്. അങ്ങനെ ഡിഫറെന്റ് യൂണിറ്റ്, ഒറ്റ യൂണിറ്റിൽ നിന്നല്ല ഡിഫറെന്റ് യൂണിറ്റുകളിൽ നിന്നാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ അത് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് സിസ്റ്റം ആണ്. മനസ്സിലായോ? അത് ക്ലിയർ ആയോ? അത് രണ്ടും ഒക്കെയാണോ? മിക്സഡ് എന്ന് പറയുമ്പോൾ രണ്ടും ഉൾപ്പെടുന്നുണ്ട്, പക്ഷെ എല്ലാ ഏരിയയിലും എല്ലാം ഉൾപ്പെടുന്നില്ല. ചില സ്പെഷ്യൽ ഏരിയയിൽ മാത്രം ഡിഫറെന്റ് യൂണിറ്റുകളാണ്, ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ട് തിരിച്ച് അവിടെ നിന്നായിരിക്കും വിതരണം നടത്തുക. ബാക്കിയുള്ള മുഴുവൻ ഏരിയയിലേക്കും ഈ സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും വിതരണം നടത്തുക. ക്ലിയർ ആണോ? അത് ചോദിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ടേ സെൻട്രലൈസ്ഡ് ഡീസെൻട്രലൈസ്ഡ് മിക്സഡ് ലിനൻ സർവീസസുകളിൽ നിന്ന് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ, ശരി. Next, the linen used in our hospital services make a huge effect on the quality of care provided. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള് നല്ല രീതിയിൽ നല്ല ഹൈജീനിക് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റുക, അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക്, പേഷ്യൻസിനാണെങ്കിലും മറ്റ് സ്റ്റാഫുകൾക്കാണെങ്കിലും ഒക്കെ അതുവഴി ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അതൊക്കെ ആ ഒരു സ്ഥാപനം കൊടുക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നില്ലേ? അപ്പൊ നല്ലൊരു ലിനൻസ് ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ട് നല്ല ലിനൻസ് യൂസ്ഡ് തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണെങ്കിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയെ, നല്ല രീതിയിലുള്ള മാറ്റമായിരിക്കും, നല്ല രീതിയിലുള്ള ഒരു ഇതായിരിക്കും, ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുക. അതേസമയം അത് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ആ കൊടുക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റിയെ ദോഷകരമായി ബാധിച്ചേക്കാം. ഇനി ഓരോ ഹോസ്പിറ്റലും ആ സെന്റൻസ് ഒന്നാണ് ഇനി പറയാൻ പോകുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. എവരി ഹോസ്പിറ്റൽ നീഡ്സ് ടു ഹാവ് 6 sets of linen for each bed. ഓരോ ബെഡിനും, എല്ലാ ഹോസ്പിറ്റലും ഓരോ ബെഡിന്റെ, ഒരു ബെഡിന്റെ കാര്യമായിട്ടാ പറയുന്നത്, ഓരോ ബെഡിനും 6 സെറ്റ് ഓഫ് ലിനൻസ് വേണം.
അത് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ ചോദിക്കാറുണ്ട്. 6 സെറ്റ് ഓഫ് ലിനൻസ് വേണം. ഒരു ബെഡിന് 6 സെറ്റ് ഓഫ് ലിനൻസ് വേണം. അതില് 6 set of linens in rotation for one inpatient bed at a time. ഒരു സമയത്ത് at a time ഒരു ഇൻപേഷ്യന്റ് ബെഡിന് വേണ്ടി 6 സെറ്റ് ഓഫ് ലിനൻസ് റൊട്ടേഷന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം. അത് ക്ലിയർ ആയോ? ഇപ്പൊ എപ്പോഴാണെങ്കിലും ഒരു 6 സെറ്റ് ഓഫ് ലിനൻ അതിന് വേണ്ടിയിട്ട് വേണമെന്ന് അത്ര മാത്രമേ. ഒരു ഇൻപേഷ്യന്റ് ബെഡ് ഉണ്ടെങ്കിൽ ആ ഇൻപേഷ്യന്റ് ബെഡിന് വേണ്ടി 6 സെറ്റ് ഓഫ് ലിനൻസ് വേണം. അതിൽ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ അതും ചോദിക്കാറുണ്ട്. 6 സെറ്റ് ചോദിക്കാറുണ്ട്. ഒരു സെറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റും ഒരു പില്ലോ കവറും. മനസ്സിലായോ? നമ്മൾ ബെഡ് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ അങ്ങനെയല്ലേ, ഒരു ഷീറ്റും ഒരു പില്ലോ കവറും അല്ലേ നമുക്ക് തരുന്നേ, അല്ലെ? അതെ, ഒരു ഷീറ്റും ഒരു പില്ലോ കവറുമാണ് ഒരു സെറ്റ്. അതുപോലത്തെ 6 സെറ്റ് ഒരു ബെഡിന് വേണ്ടിയിട്ട് വേണം എന്നാ പറയും കേട്ടോ. 6 സെറ്റ് ഒരു ബെഡിന്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ താഴെ. ഇനി അതിന്റെ റൊട്ടേഷൻ എങ്ങനെ 6 സെറ്റ് വേണമെന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ, എന്തിനാണ് ഇത്ര 6 സെറ്റ് അല്ലെ? അപ്പൊ അതെന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നോക്കിയേ, അതിലെ റൊട്ടേഷൻ ആണ് കേട്ടോ അതിന്റെ. 2 sets for wash. 2 സെറ്റ് വാഷ് ചെയ്യാൻ അല്ലെങ്കിൽ കഴുകുന്നതിന് വേണ്ടി. അതൊന്ന് പറയുമ്പോ മനസ്സിലാവും കേട്ടോ. 1 bed sheet on the way to the laundry and while 1 sheet already in laundry's washing cycle. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ബെഡ്, നമ്മുടെ വീട്ടിലെ ബെഡ് എന്നൊന്ന് ആലോചിച്ചാൽ ഒന്ന് കണക്ട് ചെയ്താൽ കിട്ടും കേട്ടോ. നമ്മുടെ വീട്ടിലെ ബെഡ് നമ്മൾ ഓൾറെഡി ഒരെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരെണ്ണം നമ്മുടെ അമ്മ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം നമ്മള് രാവിലെ അത് അലക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പൊ 2 എണ്ണം ആയോ? ഒരെണ്ണം ഓൾറെഡി ഇൻ ലോണ്ട്രീസ് വാഷിംഗ് സൈക്കിൾ, വാഷിംഗ് ചെയ്ത് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സൈക്കിൾ ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം ഓൺ ദ വേ ടു ദ ലോണ്ട്രി, ലോണ്ട്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ 2 സെറ്റ് ആയോ? 2 സെറ്റ് ആയോ? അപ്പൊ 2 എണ്ണം ആയില്ലേ? ഇനി രണ്ടാമത്തെ സെറ്റ് 2 sets in use, ഉപയോഗത്തിനായിട്ടാണ് 2 സെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 1 bed sheet should already be on the bed. ഒരെണ്ണം ബെഡിൽ ഇപ്പൊ വിരിച്ചിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ ബെഡിൽ ഇപ്പൊ വിരിച്ചിട്ടുണ്ട്. ഇപ്പൊ 3ാമത്തെ ആയില്ലേ? ഇനി അടുത്തത് 1 should be ready to be used. എപ്പോ വേണമെങ്കിലും അതില് അഴുക്ക് പറ്റാം, കറ പറ്റാം അല്ലെ? നമ്മൾ എങ്ങനെയാ കടയോ അല്ലെങ്കിൽ വെള്ളമൊക്കെ വീണ അപ്പൊ തന്നെ അത് മാറ്റി അടുക്കത്തിലിരിക്കില്ലേ? ഇരിക്കോ? അപ്പൊ അങ്ങനെ റെഡി ടു ബി യൂസ്ഡ്, പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ ആവശ്യമായിട്ട് റെഡി ആയിരിക്കുന്ന ഒരെണ്ണം കൂടി ഉണ്ടാവും. അപ്പൊ ഇപ്പൊ എത്രയായി? 4 എണ്ണം ആയോ? 2 എണ്ണം വാഷിംഗ്, അതായത് ഒരെണ്ണം ഓൾറെഡി വാഷിംഗ് സൈക്കിളിലുണ്ട്, ഒരെണ്ണം ഓൺ ദ വേ ടു ലോണ്ട്രി ആണ്. അപ്പൊ 2 എണ്ണമായി. രണ്ടാമത്തത് അടുത്ത സെക്ഷനില് ഒരെണ്ണം എന്താണ് ബെഡിൽ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം റെഡി ടു ബി യൂസ്ഡ് ആണ്, എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാൻ റെഡി ആയി വെച്ചിരിക്കുന്നു. ഇപ്പൊ 4 എണ്ണം ആയില്ലേ? ഇനി അടുത്ത 2 സെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. ഈ 4 എണ്ണത്തിലും ഏതെങ്കിലും കംപ്ലൈൻസോ കീറലോ പിങ്ങിപ്പോവോ കീറിപ്പോവോ ഒക്കെ ചെയ്താൽ പകരം എടുക്കാൻ വേണ്ടിട്ട് 2 എണ്ണം സ്റ്റോക്ക് ചെയ്ത് വെക്കും. വീട്ടമ്മമാര് മേടിച്ച് വെക്കാറില്ലേ? ഇപ്പൊ നമ്മളമ്മമാരായി കഴിയുമ്പോ നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ലേ? പുറത്തൊന്നും എടുക്കാണ്ട് അലമാരുടെ ഉള്ളിലേക്ക് കൊണ്ടുവയ്ക്കാറില്ലേ? അതുപോലെ 2 എണ്ണം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പൊ 6 എണ്ണം ആയില്ലേ? അപ്പൊ അത് ഒരൊറ്റ ബെഡിന്റെ കാര്യമായിട്ടോ പറഞ്ഞത്. ഒരു ഇൻപേഷ്യന്റ് ബെഡിന് 6 സെറ്റ് ഓഫ് ലിനൻസ് ഉണ്ടാവണം. 6 സെറ്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു സെറ്റ് എന്താണ്? ഒരു ഷീറ്റും ഒരു പില്ലോ കവർ. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. 6 സെറ്റ്, അത് ഓർമ്മയിൽ ഉണ്ടാവണേ. 6 എണ്ണം വേണം. അതിൽ ഒരു സെറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഒരു സെറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഷീറ്റും ഒരു പില്ലോ കവറും. അത് ഹോസ്പിറ്റലിൽ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും അല്ലേ നമുക്ക് തരാ? അതാണെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഒരു ഷീറ്റും ഒരു പില്ലോ കവറുമാണ് ഒരു സെറ്റ്. അങ്ങനെ 6 സെറ്റ് വേണം ഒരു ഇൻപേഷ്യന്റ് ബെഡിന് അറ്റ് എ ടൈം ഉണ്ടായിരിക്കണം. തരാണോ? അതൊന്ന് വേഗം വായിച്ചു നോക്കിയേ. റൊട്ടേഷന്റെയോ ഫസ്റ്റ് സെറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? 2 sets for wash എന്ന് പറഞ്ഞാൽ 1 bed sheet on the way to the laundry. ഒരെണ്ണം നമ്മൾ ലോണ്ട്രിയിലേക്ക് ഇപ്പൊ അലക്കാൻ കൊണ്ടുപോകുന്നേ ഉള്ളൂ. വിരിച്ചിരുന്ന് മാറ്റി ഒരെണ്ണം പുതിയത് നമ്മൾ വിരിച്ചു.
ഒരെണ്ണം ആ യൂസ് ചെയ്ത് കഴിഞ്ഞത് നമ്മുടെ ഒരെണ്ണം ലോണ്ടറിയിലേക്ക് അലക്കാനായിട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അത് പ്രോസസ് ചെയ്യാൻ എത്തിയിട്ടില്ല, അത് ഓൺ ദ വേ ആണ്, കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഒരെണ്ണം ഓൾറെഡി വാഷിംഗ് സൈക്കിളിൽ ഉണ്ട്, അത് അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ തൊട്ട് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അതിന്റെ വാഷിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. മനസ്സിലായോ? രണ്ടെണ്ണം അങ്ങനെ. ഒരെണ്ണം വാഷിംഗ് സൈക്കിളിലാണ്, ഒരെണ്ണം ഓൺ ദ വേ ലോണ്ടറിയിലേക്ക് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അങ്ങനെ രണ്ടെണ്ണം. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ബെഡിൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഒരെണ്ണം റെഡി ടു ബി യൂസ്ഡ്, എപ്പോ വേണമെങ്കിലും ആവശ്യമായി വന്നാൽ ഉപയോഗിക്കാൻ റെഡിയായി നിൽക്കുന്നു. ബാക്കി രണ്ടെണ്ണം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. ഈ നാലെണ്ണത്തിലും ഏതെങ്കിലും കീറലോ തുന്നലോ അല്ലെങ്കിൽ എന്താണ് ചീത്തയായി പോവോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ ആവുകയോ ചെയ്യുമ്പോൾ മാത്രം പുറത്തെടുക്കുന്നതാണ് ഈ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റോക്ക് ചെയ്തതിൽ നിന്ന് ചിലപ്പോൾ പോരാട്ടം നമ്മൾ എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളിപ്പോ ഒരു 3 എണ്ണോ 4 എണ്ണോ അല്ലെങ്കിൽ 2 എണ്ണോ ഒക്കെ നമ്മൾ ഡെയിലി മാറ്റി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ 2 3 നമ്മൾ എപ്പോഴും മാറി മാറി യൂസ് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ കുറച്ച് 1 2 എണ്ണം നമ്മൾ ചിലപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും, അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യില്ലല്ലോ. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും കംപ്ലൈന്റ് വരുമ്പോഴല്ലേ അല്ലെങ്കിൽ ചിപ്പിയാവുമ്പോഴല്ലേ നമ്മൾ അടുത്തത് എടുക്കുക അല്ലേ? അമ്മമാരൊക്കെയുള്ള ആളുകൾ പറ അങ്ങനെയല്ലേ എടുക്കുക. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് അപ്പൊ പിന്നെ സ്റ്റോക്ക് ഒരെണ്ണം അല്ലേ ഉണ്ടാവുള്ളൂ അല്ലെ? 2 എണ്ണം സ്റ്റോക്ക് ചെയ്യുന്ന ഒരെണ്ണം കൂടി നമ്മൾ എടുത്തു. അപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും? ഈ ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റോക്ക് പിന്നെയും കൊണ്ടുവരും. മനസ്സിലാവുന്നോ? പർച്ചേസ് ചെയ്ത് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് അവിടെ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? അത് ചോദിക്കാറുള്ള ഭാഗമാണ് കേട്ടോ. ആ റൊട്ടേഷനെ അങ്ങനെ ചോദിക്കാറില്ല. സാധാരണ ചോദിച്ചു കണ്ടിരിക്കുന്നത് എത്ര സെറ്റ് ഉണ്ട്, അതിലൊരു സെറ്റ് എന്താണ്, അതാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ചലഞ്ചസ്. ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മേജർ ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വെല്ലുവിളികൾ നേരിടാം? ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, അവർ നേരിടേണ്ടത് വന്നേക്കാം? ലോസ് ഓഫ് ലിനൻ ഓഫ് തെഫ്റ്റ് അല്ലെ, വസ്ത്രങ്ങൾ കളവ് പോവാം അല്ലെങ്കിൽ മോഷണം പോവാം, നഷ്ടപ്പെട്ടു പോവാം അല്ലെ? വിട്ടൂടെ? അവിടെയുള്ള സ്റ്റാഫുകൾ മാറ്റുന്നതാവാം, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കയ്യിൽ അബദ്ധവശാൽ കൊണ്ടുപോകുന്നതാവാം. അങ്ങനെ ഈ തുണികള് നഷ്ടപ്പെടാം അല്ലെങ്കിൽ മോഷണം പോവാം അല്ലെ? അത് ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് തുണി ഇങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അവർക്കൊരു ദോഷകരമായിട്ടുള്ള കാര്യമല്ലേ അല്ലെ? സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ? അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു മേജർ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന മേജർ ചലഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ്. രണ്ടാമത്തത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, HA. പ്രോപ്പർ ആയിട്ട് ഈ ഒരു ലോണ്ടറി പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ അതിന്റെ ഫലമായിട്ട് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് വരാലോ. അതിലൂടെ ഇൻഫെക്ഷൻസ് വരാം അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതും ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലെ? ശരിയായ രീതിയിൽ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തില്ല എങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാം അല്ലെ? മൂന്നാമത്തത് ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ഹൈജീൻ ലോണ്ടറി ഹൈജീൻ പ്രോസസ്. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള നന്നായി നിർമ്മിച്ച വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ലോണ്ടറി ഹൈജീൻ പ്രോസസ് ഇല്ലാത്തതിന്റെ ഒരു അഭാവം. അപ്പൊ അവിടെ ശരിയായ രീതിയിലുള്ള ഒരു നല്ല ഹൈജീനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ശുചിത്വ പ്രക്രിയയുടെ അഭാവം മൂലം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ശരിയല്ലേ? അതുപോലെ തന്നെ ഹൈ കോസ്റ്റ്. ഇപ്പൊ ചെറിയൊരു ഹോസ്പിറ്റൽ ആണ് എങ്കിൽ അവിടെ ചിലപ്പോ ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാനും അതിന്റെ പ്രവർത്തനത്തിനൊക്കെ ഒരുപാട് ചിലവുകൾ വന്നേക്കാം, ഉയർന്ന ചിലവ് അല്ലേ? ഇപ്പൊ പലതരത്തിലുള്ള കാര്യം. ഇപ്പൊ ചിലപ്പോ എന്താണ് അവിടെ ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്, അതുപോലെ തന്നെ ലോണ്ടറി മെഷീൻസിന്റെ തകരാറുകളൊക്കെ വരുന്ന സമയത്ത് അപ്പൊ അവിടെ മെഷീൻസ് തകരാറായി കഴിഞ്ഞാൽ, ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിന്ന് പോയില്ലേ? അത്തരം സാഹചര്യങ്ങളില് ചിലപ്പോ നമുക്ക് പുറമെ ഔട്ട്സോഴ്സ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാം. അതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് പണം വേണം. അവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാർക്ക് സ്റ്റാഫുകൾക്ക് എന്താണ് അവർക്കുള്ള പേയ്മെന്റുകൾ കൊടുക്കണം അല്ലെ?
അതുകൊണ്ട് തന്നെ ഉയർന്ന ചിലവ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ലോണ്ടറി മെഷീൻസ് ബ്രേക്ക് ഡൗൺ ആവാനും തകരാറ് വരാനും സാധ്യതയുണ്ട്. ദെൻ ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീൻ പ്രോസസ്സ്, അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഹൈജീനിക് പ്രക്രിയ അല്ലെങ്കിൽ ശരിയായ ശുചിത്വ പ്രക്രിയയിലൂടെ ലോണ്ടറി എങ്ങനെ കൈകാര്യം, തുണികളെ ലിനൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിവുള്ള സ്റ്റാഫുകൾ ഇല്ലാത്തത് കൊണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാവാം. അപ്പൊ അറിവില്ല, അവർക്ക് ശരിയായ രീതിയിൽ എങ്ങനെ ഹൈജീനിക് പ്രോസസ്സിൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് അറിവില്ലാത്തത് കൊണ്ടൊക്കെ എന്ത് ചെയ്യാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം. അതുപോലെ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ഇതിന്റെ ഭാഗമായിട്ട് വന്നേക്കാം. അല്ലെങ്കിൽ തുണികൾ നഷ്ടപ്പെട്ടു പോവുകയോ മോഷണം പോവുകയോ ചെയ്തേക്കാം. ഇതെല്ലാം ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന മേജർ ചലഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലംസിൽ വരുന്നതാണ്. ഇതും ഇൻക്ലൂഡഡ് ആയിട്ട് എഴുതുന്ന രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ലാസ്റ്റ് ഭാഗമാണ് hospital laundry services are thus responsible for providing safe, clean, ample and timely application of linen to user unit of the hospital at the right time, right quality and right place. അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് എന്തൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത്, വളരെ സുരക്ഷിതമായിട്ടും വൃത്തിയുള്ളതും മതിയായിട്ടുള്ള അളവില് സമയബന്ധിതമായി തന്നെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന യൂസർ യൂണിറ്റുകൾക്ക് തുണിത്തരങ്ങള് വിതരണം ചെയ്യുക. അതെപ്പോ ശരിയായ സമയത്ത്, ശരിയായ അളവില്, ശരിയായ സ്ഥലത്തും വിതരണം ചെയ്യുക എന്നത് ഈ ഒരു ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസിന്റെ ഉത്തരവാദിത്തമായിട്ട് വരുന്ന കാര്യമാണ്. Every health care department has the aim of making sure their patient are comfortable and ultimately that they are safe and healthy. ഏതൊരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റും എപ്പോഴും ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ വരുന്ന ഓരോ പേഷ്യൻസും കംഫർട്ടബിൾ ആയിട്ടും അതുപോലെ തന്നെ സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ നിലനിൽക്കുക അല്ലെങ്കിൽ തിരിച്ചു പോവുക എന്നതാണ് ഏതൊരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റും ലക്ഷ്യം വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ലോണ്ടറി സർവീസ് അതിന്റെ ഭാഗമായിട്ട് ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഭാഗം. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നെക്സ്റ്റ് നിങ്ങളുടെ 6th ചാപ്റ്റർ കേട്ടോ. An overview of health and hospital administration. Last chapter ആണ് കേട്ടോ. An overview of health and hospital administration. ഈ ഒരു ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. എല്ലാ ടീച്ചേഴ്സിന്റെ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് അല്ലേ എടുത്തോണ്ടിരിക്കുന്നേ അല്ലേ? ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ടോ? ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ടോ? ഇല്ല. ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. കാരണം പലരും മാറി മാറിയാണ് എടുക്കുന്നത്. അപ്പൊ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. 3rd and 4th മോഡ്യൂളില് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണേ. ഇല്ല. ഓക്കെ, ശരി. An overview of health and hospital administration എന്ന് പറഞ്ഞാല് ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി.
നമ്മുടെ ഭാഗത്തുനിന്ന് കൺഫേം ചെയ്താലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൺഫർമേഷൻ വേണമല്ലോ, ഇതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ലാസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അപ്പൊ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ശരി, അപ്പോ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചില്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചില്ലേ തേർഡ് മോഡ്യൂളിൽ? അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ്, ഒരുപാട് വലിയ ചാപ്റ്റർ അല്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഭാഗമൊക്കെ ഒന്ന് നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മോക്ക് ടെസ്റ്റുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം ഇൻക്ലൂഡഡ് ആയാലും ഇൻക്ലൂഡ് അല്ലാത്തത് എന്ന രീതിയിലൊക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരെ കേട്ടോ. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ്, മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ് എന്താണ്, അർത്ഥം എന്താണ്, അതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, healthcare management or hospital management is the field that is related to leadership, management and administration of public health system, healthcare system, hospital and hospital networks in all the primary, secondary and tertiary sectors. ഇതിൽ മനസ്സിലായോ? ഇവിടെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള ഇവയൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഡിഫറെന്റ് പേരുകളിൽ അറിയപ്പെടുന്നതേ ഉള്ളൂ, പക്ഷെ ഇതെല്ലാം സെയിം തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോ മിസ് ഇവിടെ കണ്ടത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്, അവിടെ കണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ, അത് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം തന്നെയാണ് കേട്ടോ. ഡിഫറെന്റ് പേരുകളിൽ അറിയപ്പെടുന്നു മാത്രം. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ മേഖല തന്നെയാണെന്ന്. അത് ക്ലിയർ അല്ലേ? അപ്പൊ ഇതിലെ ഏതൊരു പേര് ചോദിച്ചാലും ഇത് സെയിം തന്നെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അത്ര മാത്രം മതി. സെയിം തന്നെയാണ്, ഇതിന്റെ എല്ലാം ഒന്ന് തന്നെയാണെന്നൊന്ന്, സെയിം ഫീൽഡ് തന്നെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. ആൻഡ് ഈസ് ദ ഫീൽഡ് that is related to leadership, management and administration of public health system, healthcare system, hospital and hospital networks in all the primary, secondary and tertiary sectors. പഠിച്ചില്ലേ? Primary, secondary and tertiary sectors പഠിച്ചോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചില്ലേ? പ്രൈമറിയിൽ വരുന്ന ഏതൊക്കെയാണ്, സെക്കൻഡറിയിൽ വരുന്ന ഹോസ്പിറ്റൽ ലെവൽ ഏതൊക്കെയാണ്, ടെർഷറിയിൽ വരുന്നത് പഠിച്ചില്ലേ? പ്രാഥമിക, ദ്വിതീയ, തൃതീയ പഠിച്ചു അല്ലെ? അപ്പൊ അത്തരത്തില് പ്രൈമറി ആയിക്കോട്ടെ, സെക്കൻഡറി ആയിക്കോട്ടെ, ടെർഷറി സെക്ടേഴ്സുമായി വരുന്ന അല്ലെങ്കിൽ അവയിൽ ഉൾപ്പെടുന്ന പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, പൊതുജന ആരോഗ്യ സംവിധാനങ്ങളാവാം, ഹെൽത്ത് കെയർ സിസ്റ്റം ആരോഗ്യ പരിചരണ സംവിധാനങ്ങളാവാം, ഹോസ്പിറ്റലുകളാവാം, ഹോസ്പിറ്റൽ ശൃംഖലകളും, അങ്ങനെയുള്ള എല്ലാത്തിന്റെയും ലീഡർഷിപ്പ്, നേതൃത്വം, മാനേജ്മെന്റ്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം മുതലായവയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? അപ്പൊ ഈ പറയുന്ന എല്ലാ പേരുകളും ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇവര് ചോദിക്കാം, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന് അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ ആ ഓപ്ഷനൊക്കെ തന്നു കഴിഞ്ഞാൽ ഏതാണെന്ന് അറിയാലോ? ഏതൊക്കെ വരും? ഓൾ ഓഫ് ദ എബോവ് ഏതാണെന്ന് അറിയാലോ? പറ്റും അല്ലെ? അതിന്റെ മറ്റു പേരുകളൊന്ന് പഠിച്ചു വെക്കാം. ഇതെന്ന് പറഞ്ഞാൽ എന്ത് മേഖലയാണ്? ഇപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഈ മൂന്ന് സെക്ടേഴ്സിലും ഹോസ്പിറ്റലുകളുണ്ട്. ഹോസ്പിറ്റലിലെ പ്രൈമറി സെക്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളുണ്ട്, സെക്കൻഡറി സെക്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളുണ്ട്, ടെർഷറി സെക്ടറിൽ വരുന്ന ഹോസ്പിറ്റലുണ്ട് അല്ലെ?
ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ ഒരു ഭാഗം ഒന്ന് കുറച്ചൊന്ന് ബ്രീഫായിട്ട് കൊടുത്തിരിക്കുന്നത് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളാണ്. ജനറൽ ആയിട്ട് പറയുന്നതാണ്. കുറച്ചൊന്നും ഒരു മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരുപാട് ബൈഹാർട്ടൊന്നും ചെയ്യേണ്ട, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇത്തരത്തില് പ്രൈമറി ആയിക്കോട്ടെ, സെക്കൻഡറി ആയിക്കോട്ടെ, ടെർഷറി സെക്ടേഴ്സിലുള്ള പൊതു ആരോഗ്യ സംവിധാനങ്ങളാവാം, ആരോഗ്യ പരിചരണ സംവിധാനങ്ങളാവാം, ഹോസ്പിറ്റലുകളാവാം, ഹോസ്പിറ്റൽ ശൃംഖലകളാവാം മുതലായവയുടെയൊക്കെ ലീഡർഷിപ്പ്, അവയുടെയൊക്കെ നേതൃത്വം, ആ മാനേജ്മെന്റ്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം മുതലായവയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഈ പറയുന്ന ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ആയോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ. Then health care administrators formulate, control and coordinate medical and health services for organization and businesses. ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബിസിനസ് രീതിക്ക് വേണ്ടിയിട്ടും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ആയിക്കോട്ടെ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളെ രൂപപ്പെടുത്തുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. നമ്മൾ ഇതൊക്കെ ഓൾറെഡി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇതിന്റെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഒക്കെ പഠിച്ചില്ലേ? ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഒക്കെ പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ ബിസിനസ് എന്ന നിലയിലും അവിടെ കൊടുക്കുന്ന മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നതും അത് നിയന്ത്രിക്കുന്നതും അത് കോർഡിനേറ്റ് ചെയ്യുന്നതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അതറിയാലോ? ക്ലിയർ ആയോ? So as a health care administrator, ഒരു health care administrator എന്ന നിലയിൽ it manages the benefit of employees as well as create a connection between benefits and physicians. ഇവിടെ എപ്പോഴും ബെനിഫിറ്റ് കിട്ടുന്ന പ്രയോജനം, ഒരു സ്ഥാപനത്തില് പ്രയോജനം കിട്ടുന്ന എംപ്ലോയീസ്, അതുപോലെ തന്നെ അവിടുത്തെ ഫിസിഷ്യൻസ് മുതലായ ആളുകളുമായിട്ട്, അതുപോലെ അവിടുത്തെ മറ്റ് സ്റ്റാഫുകളുമായിട്ടൊക്കെ നല്ലൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. These requirements need a broad background in business skills and specialized knowledge of the healthcare field. ഇത്തരത്തില് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് നല്ലൊരു ബിസിനസ് സ്കിൽ വേണം. വേണ്ടേ? ബിസിനസ് സ്കിൽ വേണോ? പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും അത് ഫോർമുലേറ്റ് ചെയ്യാനും നടപ്പിലാക്കാനും അവർക്ക് ഒരു ബിസിനസ് സ്കിൽ വേണം അല്ലേ? ആൻഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫീൽഡ്, ആരോഗ്യ പരിചരണ മേഖലയില് നല്ലൊരു പ്രത്യേക അറിവ് വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ കോഴ്സുകളൊക്കെ പഠിക്കുന്നത് അല്ലെ? ആ ഒരു മേഖലയിൽ ഒരു അറിവും വേണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് അവിടെ ചെന്ന് നല്ല രീതിയിൽ അതിനെ ഓവറോൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ആദ്യം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മീനിങ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഈ 3 തലങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ് ആവാം, ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആവാം, ഹോസ്പിറ്റലുകളാവാം, ഹോസ്പിറ്റൽ ശൃംഖലകളുടെയൊക്കെ ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ മുതലായവരുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഈ പറയുന്ന ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മുതലായവ. അത് ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ടിയും അവിടുത്തെ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകള് ഫോർമുലേറ്റ് ചെയ്യുന്നത്, രൂപപ്പെടുത്തേണ്ടതും അത് നിയന്ത്രിക്കേണ്ടതും കൃത്യമായിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ എംപ്ലോയീസിന് പ്രയോജനകരമാവുന്ന രീതിയിലും അവിടുത്തെ ഫിസിഷ്യൻസുമായിട്ടും അവിടെ ബെനിഫിറ്റ് കിട്ടുന്ന എംപ്ലോയീസുമായിട്ടും ഒക്കെ നല്ലൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു സമ്പർക്കം അല്ലെങ്കിൽ ഒരു ബന്ധം രൂപപ്പെടുത്തിയെടുക്കേണ്ടതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ചുമതലയാണ്. അതുപോലെ തന്നെ ഇത്തരം ആവശ്യകതകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു ബിസിനസ് സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ മേഖലയിൽ നല്ലൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ അറിവും ഉണ്ടായിരിക്കണം. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഒരു 5 മിനിറ്റ് മിസ് ബ്രേക്ക് തരാം കേട്ടോ. നെക്സ്റ്റ് അവറും മിസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് തരാം. നമുക്കൊരു 35 ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആരും ലീവ് ചെയ്ത് പോവണ്ട, കണ്ടിന്യൂ ചെയ്യും. ഓക്കെ.
Okay, start ചെയ്യാം. Start ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ഭാഗം അടുത്ത സെക്ഷൻ ആണ് കേട്ടോ നോക്കുന്നത്. നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ നേച്ചർ എങ്ങനെയാണ്, സ്കോപ്പ് എങ്ങനെയാണ്, അതിന്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്. നോക്കിയേ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഓൾസോ ഓഫൺ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയും പേരുണ്ട് കേട്ടോ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ അറിയപ്പെടുന്ന മറ്റു പേരുകളും കൂടിയാണ്, മറ്റു രണ്ട് പേരുകളാണ്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, ചോദിക്കാറുണ്ട്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾസോ ഓഫൺ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് medical administration, include making both daily and long-term decisions that indicate the healthcare system business strategy. ഈ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം ഡിസിഷൻസ്, ദിവസേനയുള്ളതും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങള് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ രൂപപ്പെടുത്തുക. ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം ബിസിനസ് സ്ട്രാറ്റജി. ബിസിനസ്സുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങള്, ആ ഒരു ആരോഗ്യ പരിചരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ബിസിനസ് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതിനെ അടിസ്ഥാനമാക്കി ദിവസേനയുള്ളതായിക്കോട്ടെ ലോങ് ടൈം ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുകയും ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. Then health administration is the practice which manages, leads, oversees, administers the operations of dynamics, complex healthcare entities, including hospital, long-term care facilities, healthcare systems, nursing home, pharmacies, and health insurance providers. അതുപോലെ തന്നെ ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രാക്ടീസ്, ഇതൊരു രീതിയാണ്. Which manages, leads and oversee and administer the operations of dynamic and complex healthcare entities. വളരെ സങ്കീർണമായിട്ടുള്ള അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സ്ഥാപനങ്ങൾ, അതായത് ഹോസ്പിറ്റലുകള്, ലോങ് ടേം കെയർ കൊടുക്കുന്ന ഫെസിലിറ്റികള്, ഹെൽത്ത് കെയർ സംവിധാനങ്ങള്, നഴ്സിംഗ് ഹോമുകള്, ഫാർമസി, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഹെൽത്ത് കെയർ ആരോഗ്യ പരിചരണം കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ്, അവരെ ലീഡ് ചെയ്യുക, അവർക്ക് നേതൃത്വം നൽകുക, അവരെ മേൽനോട്ടം വഹിക്കുക, അവരെ അഡ്മിനിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ഭരിക്കുക മുതലായിട്ടുള്ള ഒരു രീതിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. And the importance of healthcare administration involve helping a facility operate daily, preparing programs for the public, training new employees and assisting every patient. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെ കാര്യങ്ങളാ? ഇൻവോൾവ് ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി, ഒരു സ്ഥാപനം ദിവസേന പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നു. ആൻഡ് ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്, പുതിയ എംപ്ലോയീസിന് പരിശീലനങ്ങൾ നൽകുന്നു. ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്, അതുപോലെ ഓരോ പേഷ്യൻസിനെയും സഹായിക്കുകയും ചെയ്യും. അപ്പൊ നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനില് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ ഈ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിലൂടെ നമുക്ക് ഒരു സ്ഥാപനത്തിന്, ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം, ഒരു ആരോഗ്യ പരിചരണ സംവിധാനത്തില് അവരുടെ ബിസിനസ് തന്ത്രങ്ങള് ദിവസേനയുള്ളതാവാം, ലോങ് ടേം ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജീസ്, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഇതിന്റെ ആ ഒരു കീഴിലാണ് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ്സ് എ പ്രാക്ടീസ്, ഇതൊരു രീതിയാണ്.
അതായത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലുകള്, ലോങ് ടേം കെയർ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ കൊടുക്കുന്ന സംവിധാനങ്ങള്, നഴ്സിംഗ് ഹോമുകള്, ഫാർമസി, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായവയുടെയൊക്കെ ആ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ അവരുടെ മാനേജ് ചെയ്യുക, അവരെ ലീഡ് ചെയ്യുക, നയിക്കുക, അവരെ മേൽനോട്ടം വഹിക്കുക, ഇത്തരം സ്ഥാപനങ്ങളെ ഭരിക്കുക മുതലായവ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ രീതിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ, ആ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നു. അതുപോലെ തന്നെ പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നു. അതുപോലെ പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിന് പരിശീലനങ്ങൾ നൽകുന്നു. അതുപോലെ ഓരോ പേഷ്യൻസിനും ആവശ്യമായ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായങ്ങളും നൽകുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോളാണ് ഇവിടെ പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ organizing and supervising the health services and everyday activities of a hospital or health care facility. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്? ഹോസ്പിറ്റലിലെ ഹെൽത്ത് സർവീസുകൾ, ആരോഗ്യ സേവനങ്ങള് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനും അത് മേൽനോട്ടം വഹിക്കാനും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതുപോലെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഓർഗനൈസ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനുമുള്ള റെസ്പോൺസിബിലിറ്റിയും hospital administrators ആയിരിക്കും. Then health care administration is the management of all the non-clinical function included in operating a health care facility, from daily operations to staffing to budgeting and finance to long-term strategic planning, to make sure the success of the health care provider or system. ഇവിടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഇവിടെ എല്ലാ നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻസിന്റെയും ഒരു മാനേജ്മെന്റ് ആണ് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്നത്. ഇൻക്ലൂഡഡ് ഇൻ ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ആരോഗ്യ പരിചരണ സംവിധാനം അല്ലെങ്കിൽ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ക്ലിനിക്കൽ പരമായിട്ടും നോൺ ക്ലിനിക്കൽ പരമായിട്ടുമുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും മാനേജ്മെന്റ്. ഫ്രം ഡെയിലി ഓപ്പറേഷൻ, അവിടെയുള്ള ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ മുതൽ അവിടെ ജീവനക്കാരെ നിയമിക്കുക, ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ടു ലോങ് ടേം ദീർഘകാലാടിസ്ഥാനത്തില് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക, ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം. ആ ഒരു ആരോഗ്യ പരിചരണം നൽകുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ സംവിധാനത്തിന്റെ സക്സസ് അല്ലെങ്കിൽ വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവിടെയുള്ള ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിങ്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക, ഫിനാൻസ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, ബഡ്ജറ്റ് തയ്യാറാക്കുക, സ്റ്റാഫിംഗ് നിയമനങ്ങൾ നടത്തുക, ഡെയിലി ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുക മുതലായ കാര്യങ്ങളെല്ലാം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ മാനേജ്മെന്റിൽ വരുന്ന കാര്യമാണ്. അപ്പൊ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തിന് ഉത്തരവാദിത്തം
ബന്ധപ്പെട്ട ആളുകളാണ്. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന ഹെൽത്ത് സർവീസുകളുമായി ബന്ധപ്പെട്ടും അവിടെയുള്ള ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും കൃത്യമായി ഓരോ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനും അത് സൂപ്പർവൈസ് ചെയ്യാനും മേൽനോട്ടം വഹിക്കാനും ആര് ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ, എല്ലാ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഡെയിലിയുള്ള ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ മുതൽ സ്റ്റാഫിംഗ്, അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ്, അതുപോലെ തന്നെ ഫിനാൻസ് തയ്യാറാക്കുക, ലോങ് ടേം ആയിട്ടുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇതിലൂടെയൊക്കെ ആ ഒരു ആരോഗ്യ പരിചരണം നൽകുന്ന ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിന്റെ സക്സസ് അല്ലെങ്കിൽ വിജയം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയത്. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ആരാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ to make extensive decision for the healthcare facility or institution. ആ ആരോഗ്യ പരിചരണം നൽകുന്ന സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കർട്ടന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. They directly handle policy and budget to generate better patient experience and ensure the safety of guests and staff. അതുപോലെ തന്നെ അവർ നേരിട്ട് പോളിസികളാണെങ്കിലും ബഡ്ജറ്റുകളാണെങ്കിലും നേരിട്ട് അവർ കൈകാര്യം ചെയ്യുകയും അതിലൂടെ പേഷ്യൻസിന് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ വരുന്ന ഗസ്റ്റ് ആണെങ്കിലും അവരുടെ സ്റ്റാഫുകളുടെയൊക്കെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നുണ്ട്. Then healthcare administrators have thorough knowledge of the regulatory framework in patient care. അതുപോലെ തന്നെ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട നിയന്ത്രണ ചട്ടക്കൂടുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ടായിരിക്കണം. Their responsibilities are completely different from the responsibility of a doctor or physician. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഒരു എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. While physician handle patients directly, ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പേഷ്യൻസിനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ ഫെസിലിറ്റി ഇറ്റ്സെൽഫ്. അവരെന്താ ചെയ്യുന്നത്? ആ ഒരു ഫെസിലിറ്റിയെ മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്യുക. അല്ലാതെ പേഷ്യൻസുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് വരുന്നത് വളരെ കുറവായിരിക്കും അല്ലെ. ആ ഒരു ഫെസിലിറ്റിയെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാനുള്ളതാണ്. ആൻഡ് യൂഷ്വലി ഹാവ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് യൂഷ്വലി ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഉണ്ടായേക്കാം. ഇവിടെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ ടു മേക്ക് എക്സ്റ്റൻസീവ് ഡിസിഷൻ ഫോർ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കർട്ടന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ നേരിട്ട് പോളിസികൾ കൈകാര്യം ചെയ്യുന്നു, ബഡ്ജറ്റുകൾ കൈകാര്യം ചെയ്യുന്നു, അതിലൂടെ പേഷ്യൻസിന് ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സേഫ്റ്റി ഓഫ് ഗസ്റ്റ്, അതുപോലെ തന്നെ എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. അവിടുത്തെ വരുന്ന ഗസ്റ്റുകളാണെങ്കിലും അവിടുത്തെ ജീവനക്കാരുടെയൊക്കെ സുരക്ഷയും ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുന്നു.
അതുപോലെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എപ്പോഴും ആ സ്ഥാപനം അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയന്ത്രണ ചട്ടക്കൂടുകൾ പാലിക്കേണ്ടതായിട്ടുണ്ടോ അതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു അറിവും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ടായിരിക്കണം. അതുപോലെ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡോക്ടറുടെയോ ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അവിടെ ഫിസിഷ്യൻസ് നേരിട്ട് ആ ഒരു പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആ ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനെ മൊത്തത്തിൽ സൂപ്പർവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. യൂഷ്വലി അവർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഉണ്ടായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? ആ ശരി. ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെയാവും? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ frequently interact with doctors, nurses, surgeons and technicians. എപ്പോഴും പതിവായിട്ട് ആരുമായിട്ട് ഇടപെടൽ നടത്തണം? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടേഴ്സുമായിട്ട്, നഴ്സസുമായിട്ട്, സർജൻസുമായിട്ടും ടെക്നീഷ്യൻസുമായിട്ടും ഒക്കെ പതിവായിട്ട് ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. They control the operation of healthcare organization and seldom meet directly with the patients in the healthcare facility. അതുപോലെ തന്നെ control the operation of healthcare organization. ആ ഒരു ആരോഗ്യ പരിചരണ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കണം. അതുപോലെ തന്നെ and seldom meet directly with the patient in the healthcare facility. വളരെ അപൂർവമായിട്ട് മാത്രമായിരിക്കും ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിനോട് നേരിട്ട് ഇടപെടൽ നടത്തേണ്ടി വരുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും. അല്ലാത്ത രീതിയിലുള്ള ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇവര് നിയന്ത്രിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. Then an administrator's duty is to form the policy that run the facility and make better the patient experience. അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ് പോളിസികള് നല്ല രീതിയിൽ രൂപീകരിക്കുക എന്നുള്ളത്. അതിലൂടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസും മികച്ചതാക്കുക. Then healthcare administration careers are necessary to successful and efficient healthcare facility. എപ്പോഴും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കരിയർ എന്ന് പറയുന്നത് വളരെ നെസസറി ടു സക്സസ്ഫുൾ ആൻഡ് എഫിഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഏതൊരു വളരെ വിജയകരമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള ഏതൊരു ഹെൽത്ത് കെയർ സ്ഥാപനമാണെങ്കിൽ പോലും അവിടെ ഈ ഒരു കരിയർ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. Owing to the continuous need for healthcare facilities from hospital to nursing homes, healthcare administration is an important firm job for those who are interested in improving healthcare policy. അവിടെ ആ ഒരു ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് നല്ല രീതിയിൽ മികച്ചതാക്കാനും പുതിയതായിട്ട് രൂപീകരിക്കാനും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു നല്ല എന്താണ് ഒരു ഫോം ആയിട്ടുള്ള നല്ലൊരു സ്ഥിരമായിട്ടുള്ള ജോലി തന്നെയാണ്. നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സുമായിട്ടും നഴ്സസുമായിട്ടും സർജൻസ് ടെക്നീഷ്യൻസുമായിട്ടും ഒക്കെ പതിവായിട്ട് ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. അവര് ഹോസ്പിറ്റലിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അവർ നിയന്ത്രിക്കുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമായിരിക്കും പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് മീറ്റിങ്ങുകള് അല്ലെങ്കിൽ ഡയറക്റ്റ് അവരുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുക. ദെൻ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ് ആ ഒരു ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട പോളിസികൾ രൂപീകരിക്കുക എന്നുള്ളത്. അതിലൂടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസും വ്യക്തമാക്കി എടുക്കുക. ദെൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കരിയർ എന്ന് പറയുന്നത് ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത്
കെയർ ഫെസിലിറ്റിക്കും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ആവശ്യകത വരുന്നതോടുകൂടി ഹോസ്പിറ്റല്, അതുപോലെ നഴ്സിംഗ് ഹോസ്പിറ്റല് മുതൽ നഴ്സിംഗ് ഹോമുകളിൽ വരെയും ഇത്തരത്തിലുള്ള ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രാധാന്യം കൂടി വരുന്നത് കൊണ്ട് ഈ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു സ്ഥിര ജോലിയായിട്ട് മാറുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പരിചരണ മേഖലയുമായി ബന്ധപ്പെട്ട പോളിസികൾ ഇംപ്രൂവ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി താല്പര്യമുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഇതൊരു നല്ല ജോലി തന്നെയാണ്. Then അടുത്തത് പറയുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ്. ഇനി എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേൽനോട്ടം വഹിക്കേണ്ട അല്ലെങ്കിൽ മാനേജ്മെന്റ് നടത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ്. ഈ താഴെ പറയുന്ന കാര്യങ്ങളിലേക്ക് മേൽനോട്ടവും മാനേജ്മെന്റും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. 1 minute. ഓക്കെ, അപ്പൊ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേൽനോട്ടം വഹിക്കുന്ന മാനേജ്മെന്റ് നടത്തുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഈ താഴത്തെ ഓരോ പോയിന്റ്സ്. ആൻഡ് എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം, ആ ഒരു ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും മേൽനോട്ടം വഹിക്കുകയും മാനേജ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. അതുപോലെ സ്പെസിഫിക് ഫെസിലിറ്റീസ് സച്ച് ആസ് ഫിസിഷ്യൻ പ്രാക്ടീസസ്, ഹോസ്പിറ്റൽസ് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസി, അതുപോലെ തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങൾ, ഫിസിഷ്യൻ പ്രാക്ടീസുകള്, ഹോസ്പിറ്റലുകള്, ഹോം ഹെൽത്ത് ഏജൻസി മുതലായവയുടെ മേൽനോട്ടവും മാനേജ്മെന്റും. അതുപോലെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്, ചില പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റുകളുടെ ലൈക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാർഡിയാക് കെയർ യൂണിറ്റ് മുതലായിട്ടുള്ള ചില പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളുടെ യൂണിറ്റുകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ലൈക്ക് നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി, പ്രത്യേകമായിട്ടുള്ള ക്ലിനിക്കൽ ഏരിയാസ് ആയിട്ടുള്ള നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി, കാർഡിയോളജി മുതലായിട്ടുള്ള ഏരിയയുടെ മേൽനോട്ടവും മാനേജ്മെന്റും. സ്പെസിഫിക് ഏരിയാസ് ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻസ് ആൻഡ് ഫിനാൻസസ്, അതുപോലെ തന്നെ സ്റ്റാഫുകളെ നിയമിക്കുക, ഫെസിലിറ്റീസ് നൽകുക, കണ്ടക്ട് ചെയ്യുക, അതുപോലെ അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട ഫിനാൻസുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഏരിയാസിന്റെ ആ ഒരു ഓവർസൈറ്റും മാനേജ്മെന്റും. ഇത്രയും ഏരിയാസുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റും അതുപോലെ മേൽനോട്ടവും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. അതായത് ആ ഹെൽത്ത് കെയർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട എൻറ്റയർ ആണ് മൊത്തത്തിലുള്ള മേൽനോട്ടവും മാനേജ്മെന്റും നടത്തുന്നുണ്ട്. സ്പെസിഫിക് ഫെസിലിറ്റീസ് ആയിട്ടുള്ള ഫിസിഷ്യൻ പ്രാക്ടീസ്, ഹോസ്പിറ്റല്, ഹോം ഹെൽത്ത് ഏജൻസി മുതലായവയുടെ മേൽനോട്ടവും മാനേജ്മെന്റും. അതുപോലെ തന്നെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റൽ യൂണിറ്റുകൾ പോലെയുള്ള ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാർഡിയാക് കെയർ യൂണിറ്റ് മുതലായവയുടെ ആ ഒരു മേൽനോട്ടവും മാനേജ്മെന്റും. സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ആയിട്ടുള്ള നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി, കാർഡിയോളജി മുതലായ ഏരിയയുടെ ആ ഒരു മേൽനോട്ടവും മാനേജ്മെന്റും. അതുപോലെ സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഫിനാൻസ് മുതലായ പ്രത്യേകമായിട്ടുള്ള ഏരിയാസിലെ മാനേജ്മെന്റും മേൽനോട്ടവും. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഈ ഒരു പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആയത് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, ആ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കണേ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ശരി. നെക്സ്റ്റ് വൺ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇത് ഇൻക്ലൂഡഡ് ആയത് ഏത് എന്ന രീതിയിലായിരിക്കും ചോദിക്കാൻ. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും പഠിക്കുന്നുണ്ട്, അതും ഇൻക്ലൂഡഡ് ആയത് ഏത് എന്ന രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് വലിയ കുഴപ്പമില്ല, ഒബ്ജക്റ്റീവ്സ് വരുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെന്റൻസ് കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇൻക്ലൂഡഡ് ആയുള്ള രീതിയിൽ അതിന്റെ ആ ഒരു മീനിങ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനില് ഫസ്റ്റ് പോയിന്റ് ആണ് ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. എന്ന് വെച്ചാൽ എന്താണ്? ഒരു നല്ല ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസി നടപ്പിലാക്കിയിരിക്കണം അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പൊ നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള നാഷണൽ ഹെൽത്ത് പോളിസി ഉറപ്പുവരുത്തുക. എന്താണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി? നാഷണൽ ഹെൽത്ത് പോളിസി കേട്ടിട്ടുണ്ടോ? നാഷണൽ ഹെൽത്ത് പോളിസി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി ആനുകാലികമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒന്നാണ് നാഷണൽ ഹെൽത്ത് പോളിസികൾ. എന്തിനു വേണ്ടിയിട്ടാണ് നാഷണൽ ഹെൽത്ത് പോളിസി പബ്ലിഷ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ഫ്യൂച്ചറിലേക്കുള്ള ഹെൽത്ത് പ്രോഗ്രാംസിന് ഗൈഡ് ചെയ്യുന്ന നയിക്കുന്നതിന് വേണ്ടിയാണ് ആനുകാലികമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് നാഷണൽ ഹെൽത്ത് പോളിസികൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസികൾ പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? എന്തായിരിക്കും? നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും അല്ലെ? ആണോ? നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അല്ലെ? അപ്പൊ അതിനു വേണ്ടി എങ്ങനെ നമുക്ക് ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്താൻ പറ്റും? അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റില് ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണം നൽകുക അല്ലെ? ക്വാളിറ്റി അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റില് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള ആരോഗ്യ പരിചരണങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി ആനുകാലികമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആനുകാലികമായിട്ട് ഈ നാഷണൽ ഹെൽത്ത് പോളിസികൾ പബ്ലിഷ് ചെയ്യും. അപ്പൊ അത് ഫ്യൂച്ചറിലേക്കുള്ള ഹെൽത്ത് പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു ഗൈഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഓരോ സ്ഥാപനങ്ങളിലും ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അത്തരത്തില് ഒരു നല്ലൊരു നാഷണൽ ഹെൽത്ത് പോളിസി, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസികൾ ഉറപ്പാക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ may be framed for the implementation of the health policy. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു ഹെൽത്ത് പോളിസി ഉറപ്പാക്കുക, അതവിടെ നടപ്പിലാക്കണ്ടേ? വേണ്ടേ? അത് സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കണ്ടേ? അവിടെ നടപ്പിലാക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന രൂപപ്പെടുത്തണം. വേണ്ടേ? അതിനു വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് പോളിസി അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മികച്ച ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന രൂപപ്പെടുത്തിയെടുക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. തേർഡ് വൺ ആണ് there should be integration of preventive and curative services at all administrative levels. അതുപോലെ തന്നെ preventive and curative services ഉദ്ദേശിക്കുന്നത് അവിടെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ രോഗശമനം, അതുപോലെ തന്നെ പ്രതിരോധം അല്ലെ? ക്യൂറേറ്റീവ് രോഗശമനം, രോഗശാന്തി അല്ലെങ്കിൽ പ്രതിരോധം മുതലായ കാര്യങ്ങളൊക്കെ നൽകുന്ന രീതിയിൽ എല്ലാ തരത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എല്ലാ ഭരണതലങ്ങളിലും രോഗശാന്തിയും പ്രതിരോധവും നൽകുന്ന രീതിയിൽ അതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള സേവനങ്ങള് നൽകാൻ ഉറപ്പുവരുത്തുക. മനസ്സിലായോ? There should be integration of preventive and curative services at all administrative level. എല്ലാ ഭരണതലങ്ങളിലും പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസുകൾ രോഗപ്രതിരോധവും രോഗശമനവും നൽകുന്ന രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സേവനങ്ങള് നൽകാനായിട്ട് ആ സേവനങ്ങൾ നൽകുന്നത് ഉറപ്പുവരുത്തുക. നാലാമത്തത് there should be centralized direction and decentralized action. അതായത് കേന്ദ്രീകൃത ദിശകളും വികേന്ദ്രീകൃത പ്രവർത്തനങ്ങളും എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം
ഒരൊറ്റ സെന്റർ അല്ലെങ്കിൽ ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നായിരിക്കണം. പക്ഷേ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുപോലെയാണോ വേണ്ടത്? അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടുന്നതെങ്കിൽ ആ നിർദ്ദേശങ്ങൾ ഒരൊറ്റ ദിശയിൽ ഒരു സെൻട്രലൈസ്ഡ് ഡയറക്ഷനിലാണ് കിട്ടുക. അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ, വികേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ നടത്തുക അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുക. Then planned health program should be based on priority and acceptable to the the planned program should be based on priority and must meet the health requirement of people. ഇവിടെ എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുമ്പോൾ ഒരു ഹെൽത്ത് പ്രോഗ്രാം കൊണ്ടുവരാം. ഇത് നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത് എപ്പോഴും അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ, അത് നിറവേറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം ഹെൽത്ത് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യേണ്ടത്. അതുപോലെ ആസ് ബേസിക് ഹെൽത്ത് സർവീസസ് അവൈലബിൾ, accessible and acceptable to the people. അതുപോലെ തന്നെ ഏതൊരു ഹെൽത്ത് സർവീസുകളാണെങ്കിലും അത് അവിടുത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും അത് എളുപ്പത്തിൽ ലഭിക്കാവുന്ന രീതിയിൽ അവർക്ക് സ്വീകാര്യമായിട്ടുള്ള രീതിയിലാണോ എന്ന് ഉറപ്പാക്കുക. അതുപോലെ ഹെൽത്ത് കോൺഷ്യസ്നെസ് ഷുഡ് ബി എൻകറേജ്ഡ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ബൈ പ്രൊവൈഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ ഹെൽത്ത് പ്രോഗ്രാം. അതുപോലെ തന്നെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു അവബോധം ഉണ്ടാക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. എന്തിലൂടെ? ആരോഗ്യവുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണങ്ങൾ നൽകിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും അത്തരം ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളില് അത്തരം ഹെൽത്ത് പ്രോഗ്രാമുകളിലൊക്കെ ആളുകളുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പങ്കാളിത്തത്തിനുള്ള ഒരു അവസരം നൽകുകയും ചെയ്യുക. ഇത്രയും പ്രിൻസിപ്പിൾസ് നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടാ ദിസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. നല്ല ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെങ്കിൽ ദേശീയ നയം ഉറപ്പാക്കുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക. രണ്ടാമത്തത് ഇത്തരത്തിലുള്ള ഒരു ദേശീയ നയം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു മികച്ച ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഘടന രൂപീകരിക്കുക. മൂന്നാമത്തത് ഇന്റഗ്രേഷൻ ഓഫ് പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസസ്. രോഗപ്രതിരോധവും രോഗശമനവും നൽകുന്ന രീതിയിൽ അവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ വിവിധ ഭരണതലങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ ഭരണതലങ്ങളിലും അത്തരത്തിലെ രോഗപ്രതിരോധവും രോഗശമനവും കിട്ടുന്ന രീതിയിൽ ഇവയൊക്കെ സംയോജിച്ചുകൊണ്ടുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുക. നാലാമത്തത് there should be centralized direction and decentralized action. കേന്ദ്രീകൃത പ്രവർത്തനങ്ങളും കേന്ദ്രീകൃത ദിശകളും വികേന്ദ്രീയ പ്രവർത്തനങ്ങളും. അതായത് ഒരൊറ്റ സെൻട്രൽ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഡയറക്ഷൻസ് അനുസരിച്ച് വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ നല്ല സർവീസുകൾ പേഷ്യൻസിന് കൊടുക്കുക. അതുപോലെ പ്ലാന്റ് ഹെൽത്ത് പ്രോഗ്രാം, എപ്പോഴും നമ്മൾ ആരോഗ്യ പരിചരണങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യുമ്പോൾ അതിന് ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് അവിടുത്തെ ആളുകളുടെ ആവശ്യകതയ്ക്കാണ്. ആളുകൾ എന്തൊക്കെ രീതിയിലുള്ള സർവീസ് അല്ലെങ്കിൽ പ്രോഗ്രാം ആണോ ആവശ്യകത, അവരുടെ ആവശ്യകത എന്താണോ അത് നിറവേറ്റുന്ന രീതിയിൽ അതിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യുക. അതുപോലെ തന്നെ അടിസ്ഥാനപരമായ ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ട്, എല്ലാവർക്കും അത് സ്വീകാര്യമാണ്, അത് എളുപ്പത്തിൽ ലഭ്യമാകാൻ പറ്റും അല്ലെങ്കിൽ എളുപ്പത്തിൽ അത് അവർക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ അവർക്ക് പല ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് പ്രോഗ്രാമുകളിലൂടെയൊക്കെ അതിലൊക്കെ അവിടെ ആളുകളെ പങ്കാളികളാക്കിയാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ അവരെ കൂടുതൽ അവബോധം ഉള്ളവരാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങളും നടത്തുക. ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കി, അതിനുശേഷം ബാക്കി പറയാം.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗം പറയുകയാണേ. Next point, doctors have to be trained to act as a social physician as well as to promote healthy living for people. അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടേഴ്സിനൊക്കെ എന്തിനുള്ള പരിശീലനങ്ങൾ കൊടുക്കുക? ഒരു സോഷ്യൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആരോഗ്യത്തെ പരിപാലിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുക. ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ പീപ്പിൾ. അതുപോലെ തന്നെ ആളുകളുടെ നല്ല ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് അവിടുത്തെ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പരിശീലനം നൽകുക. ഒരു സോഷ്യൽ ഫിസിഷ്യൻ സമൂഹത്തിന്റെ ആരോഗ്യത്തെ മുൻനിർത്തുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ആളുകളുടെ നല്ല ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യുക? നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകുക. Then അടുത്തതാണ് nursing personnel and other associated health personnel should provide community oriented education. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ് ബോധവൽക്കരണങ്ങൾ നഴ്സിംഗ് ജീവനക്കാർക്കും മറ്റ് ഹെൽത്ത് ജീവനക്കാർക്കും ഒക്കെ നൽകുകയും ചെയ്യുക. അതുപോലെ ന്യൂ കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പേഴ്സണൽ ആർ പ്രൊവൈഡഡ് ട്രെയിനിങ് ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. അതുപോലെ തന്നെ പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ഹെൽത്ത് പേഴ്സണൽസ് അല്ലെങ്കിൽ ആരോഗ്യ ജീവനക്കാരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കുകയും ആളുകൾക്ക് ശരിയായ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള ശരിയായിട്ടുള്ള പരിശീലനങ്ങൾ അവർക്ക് നൽകുക. Then all the systems of medicine should be promoted to provide decent health care to people. ആളുകൾക്ക് മാന്യമായിട്ടുള്ള ആരോഗ്യ പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള വൈദ്യ സമ്പ്രദായങ്ങളും പ്രോത്സാഹിപ്പിക്കുക. Then utilize community resources and promote local participation in health program at the village level. അതുപോലെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ വിഭവങ്ങളും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് വില്ലേജ് ലെവല് ഗ്രാമതലത്തിലൊക്കെ ആരോഗ്യ പ്രോഗ്രാമുകള് നടപ്പിലാക്കുകയും അതില് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ലോക്കലായ ആളുകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ലാസ്റ്റ് വണ്ണാണ് there should be provision for staff development program. അതുപോലെ തന്നെ അവരുടെ സ്റ്റാഫുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾക്കുള്ളൊരു വ്യവസ്ഥ കൂടി ഉണ്ടാക്കുകയും ചെയ്യുക. അപ്പൊ ഡോക്ടേഴ്സ് എന്താണ് പറഞ്ഞത്? ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻ ടു ആക്ട് ആസ് എ സോഷ്യൽ ഫിസിഷ്യൻ. സാമൂഹ്യ ഡോക്ടറാണ് സമൂഹത്തിന്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അതുപോലെ തന്നെ ആളുകളുടെ നല്ല രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ഡോക്ടർ മാറാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങൾ ഡോക്ടേഴ്സിന് നൽകുക. രണ്ടാമത്തേത് പറഞ്ഞത് നഴ്സിംഗ് ജീവനക്കാർക്കും മറ്റ് അസോസിയേറ്റഡ് ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് ആരോഗ്യ ജീവനക്കാർക്കും ഒക്കെ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എഡ്യൂക്കേഷൻസ് നൽകുക. മൂന്നാമത്തത് പുതിയതായിട്ട് ആരോഗ്യ പരിചരണത്തിനുമായി ബന്ധപ്പെട്ട ആരോഗ്യ ജീവനക്കാർക്ക് പുതിയതായിട്ട് ജോലി പ്രവേശിച്ച ആളുകൾക്ക് നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മതിയായ പരിശീലനങ്ങൾ നൽകുക. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് നല്ല ആരോഗ്യ പരിചരണം മാന്യമായിട്ടുള്ള ആരോഗ്യ പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള വൈദ്യശാസ്ത്ര സമ്പ്രദായവും പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ആ സമൂഹത്തിലെയുള്ള കമ്മ്യൂണിറ്റിയിലെ എല്ലാ വിഭവങ്ങളും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ഹെൽത്ത് പ്രോഗ്രാം വില്ലേജ് ലെവലില് ഗ്രാമതലത്തിൽ വരെയും ഒരു ആരോഗ്യ പ്രോഗ്രാമുകൾ നടപ്പിലാക്കുകയും അതിൽ അവിടെയുള്ള ലോക്കൽ വ്യക്തികളുടെ ആ ഒരു പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ലാസ്റ്റ് വൺ പറഞ്ഞത് സ്റ്റാഫുകളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ അവർക്ക് പ്രവർത്തികമാക്കി നൽകുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കട്ടെ അവതരംഭിച്ച.
വായിച്ചു കഴിഞ്ഞോ? അപ്പൊ പ്രിൻസിപ്പിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇൻക്ലൂഡഡ് ആയത് ഏത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനെ വരുള്ളേ, അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സും ഇതേപോലെ തന്നെ ഇൻക്ലൂഡഡ് ആയത് ഏത് എന്ന രീതിയിലെ വരുള്ളൂ. ഒബ്ജക്റ്റീവ്സ് കുറച്ച് അധികം ഉണ്ട് കേട്ടോ, വലിയ വലിയ സെന്റൻസുകളാണ്. അതുകൊണ്ട് സാധാരണ ഒബ്ജക്റ്റീവിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. വരികയാണെങ്കിൽ തന്നെ ഇൻക്ലൂഡഡ് ആയത് ഏത് എന്ന രീതിയിൽ വരും. അതുപോലെ ഒരു എക്സ്പാൻഡ് ഫോം ഉണ്ട്, അത് SOPയുടെ, അതും ചോദിക്കാറുണ്ട്. അത് അവിടെ വരുമ്പോൾ മിസ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാട്ടോ നോക്കാം. ഒബ്ജക്റ്റീവില് ഫസ്റ്റ് പറയുന്നത് ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ among all sections of the people. അതായത് എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. അതാണ് ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ among all sections of the people. ആ ഓരോ പോയിന്റുകളും പഠിക്കുമ്പോൾ അപ്പൊ തന്നെ ഒന്ന് മനസ്സിലാക്കി പോവാട്ടോ. എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ, എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ പരിചരണം അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. ഇത് ക്ലിയർ അല്ലേ ഫസ്റ്റ് പോയിന്റ്? സെക്കൻഡ് വൺ, ടു പ്രൊമോട്ട് അവയർനെസ് among functionaries included in health and hospital management. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫംഗ്ഷണറീസ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കിടയിൽ, ഉദ്യോഗസ്ഥരാണ് കേട്ടോ. അപ്പോ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ അവബോധം വളർത്തുക. ടു പ്രൊമോട്ട് അവയർനെസ് among functionaries included in health and hospital management. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ അവയർനെസ് അല്ലെങ്കിൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ വളർത്തുക. മൂന്നാമത്തത് ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലെ റിസർച്ചുകളെ പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടി? ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലെ റിസർച്ചുകളെ പ്രോത്സാഹിപ്പിക്കുക. 3 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ among all sections of the people. എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ടു പ്രൊമോട്ട് അവയർനെസ് among functionaries included in health and hospital management. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത്തത് ടു എൻകറേജ് research in the field of health and hospital management to make better the efficiency of health care delivery system. അതുപോലെ തന്നെ ആ ഒരു ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമതയും അത് മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിൽ റിസർച്ചുകൾ പ്രോത്സാഹിപ്പിക്കുക. ഇത് 3 പോയിന്റ് ക്ലിയർ ആണോ? ആ 3 പോയിന്റ്സ് ക്ലിയർ ആണോ? Then അടുത്ത പോയിന്റ് ആണ്
to encourage the development of high quality hospital services and community health care. അതുപോലെ തന്നെ ഉയർന്ന ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ഹോസ്പിറ്റൽ സേവനങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ ആരോഗ്യ പരിചരണത്തിന്റെയൊക്കെ ആ ഒരു വികസനം പ്രോത്സാഹിപ്പിക്കുക. ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. നല്ല ഉയർന്ന ക്വാളിറ്റിയിലുള്ള ഹോസ്പിറ്റൽ സേവനങ്ങളും കമ്മ്യൂണിറ്റി ആരോഗ്യ സേവനങ്ങളും ആരോഗ്യ പരിചരണങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വികസിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. Then അടുത്തതാണ് to encourage a meeting to exchange ideas and information among health and hospital planners, academicians, administrators, different statutory bodies and the public for the improvement of hospital and health care delivery system. ഹോസ്പിറ്റല് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ആരോഗ്യ പരിചരണ വിതരണ സംവിധാനത്തിനെ ആ ഹോസ്പിറ്റലിന്റെ ഒക്കെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സുമായി ബന്ധപ്പെട്ട് അക്കാഡമിഷ്യൻസുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ബന്ധപ്പെട്ടും ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി നിയമാനുസൃത ബോഡി അല്ലെങ്കിൽ പബ്ലിക്കുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് അവരുടെ ഐഡിയാസും ഇൻഫർമേഷൻസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു മീറ്റിങ്ങുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അത്തരം ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് പറയാൻ പറ്റും. അതുപോലെ തന്നെ ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഐഡിയാസും കാര്യങ്ങളും ഇൻഫർമേഷൻസും പറയാനും അതിലൂടെ നല്ല രീതിയിൽ ഇവ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരു ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ഹോസ്പിറ്റൽ സേവനങ്ങളും കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിചരണങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അതിനുശേഷം ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് പറഞ്ഞത് മീറ്റിങ്ങുകൾ എൻകറേജ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. എങ്ങനെയുള്ള മീറ്റിങ്ങുകളാ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ, അക്കാഡമിഷ്യൻസുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ, അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി നിയമാനുസൃത ബോഡീസിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ, പബ്ലിക്കുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതിലൂടെ അവർക്ക് അവരുടെ ഐഡിയാസും ഇൻഫർമേഷൻസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആ കിട്ടുന്ന ഐഡിയാസും ഇൻഫർമേഷൻസും ഒക്കെ വെച്ചിട്ട് ആ ഹോസ്പിറ്റലിനും അവർ കൊടുക്കുന്ന ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ആ രണ്ട് പോയിന്റ്സ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ മിസ് ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. 5 പോയിന്റ്സ് ആണ് നമ്മൾ ഒബ്ജക്റ്റീവിന്റെ പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇവിടെ വരെയും എടുത്ത ഭാഗം വരെയും വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.